ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായിട്ട് മുതുകാടിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്ന കമൻറ്റുകൾ ഇടുന്ന ആളുകളോടാണ് എനിക്കൊരു ചോദ്യം. നിങ്ങളിൽ എത്ര പേർ വ്യക്തിപരമായിട്ട് ഇവരെ സഹായിച്ചിട്ടുണ്ട്? നമ്മളുടെ എല്ലാം ചുറ്റുവട്ടത്ത് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. സെറിബ്രൽ പാൾസി ആയാലും ഓട്ടിസം ആയാലും മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായാലും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ ഇന്ന് വരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. രണ്ടാമത്തത്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഈ അമ്മയോ അച്ഛനോ ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ നോക്കാനായിട്ടുള്ളൊരു സ്ഥാപനം നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഈ കുഞ്ഞുങ്ങളെ, ഈ അമ്മയ്ക്കോ അച്ഛനോ അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ആര് സംരക്ഷിക്കും എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിനൊരു ഉത്തരം നിങ്ങൾക്കുണ്ടോ? ഈ അമ്മമാരോട് ആരോടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു ദിവസം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും ഒരു മാർഗം ഒരു അമ്മയുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് വെച്ച് തരാനുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് അവിടെ കിടന്ന അസുഖം കൂടുക എന്നുള്ളതല്ലാതെ കുറയില്ല. കാരണം വീട്ടിൽ ഇങ്ങനെയുള്ള ഒരാളുണ്ട്, അതിനെ പൂട്ടിയിട്ടിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്നുള്ള ആദി തീരാത്തിടത്തോളം കാലം ട്രീറ്റ്മെൻറ്റ് വേഗം കഴിയുമോ? തീർച്ചയായിട്ടും കഴിയില്ല. കൂടുതലുള്ള അവിടെ കിടന്നിട്ട് ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ഒരു ദിവസം പോലും സ്വന്തം കൂടപ്പിറപ്പുകളോ സ്വന്തം കുടുംബക്കാരോ സംരക്ഷിക്കാൻ തയ്യാറാവില്ല. അവർക്കൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് ഘോരം കമൻ്റ് ഇടും, വേണമെങ്കിൽ വീഡിയോ ചെയ്യും. അങ്ങനെ കുട്ടികളെ അങ്ങനെ സംരക്ഷിക്കണം, അവരെ അങ്ങനെ കാണിക്കണം, അവരെ ഇങ്ങനെ കാണിക്കണം, അവരോട് ആ അതിക്രമം കാണിച്ചു, അവരോട് ഈ അതിക്രമം കാണിച്ചു. ഘോരം പ്രസംഗമാണ്. പക്ഷെ ഒരാളെപ്പോലും ഏതെങ്കിലും ഒരവസരത്തിൽ ഒരു കൈത്താങ്ങായിട്ട് നിന്നു കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് ഈ പ്രസംഗം മുഴുവൻ ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കയറിൽ കെട്ടിയിട്ട പശുവിൻ്റെ അവസ്ഥയാണ്. ഒരു സർക്കിളിനുള്ളിൽ അവർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു ജീവിതമല്ല, അവർക്ക് പുറത്തു പോകാൻ കഴിയുകയില്ല. ഇവർക്കൊരു കൈത്താങ്ങായിട്ട് എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ച് ഘോരം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഓരോരുത്തർ. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന യൂട്യൂബേഴ്സ് ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതിൽ ആരെങ്കിലും ഒരാൾ തങ്ങളുടെ പരിസര പ്രദേശത്ത് ഇങ്ങനെയുള്ളവരുണ്ടോ? തങ്ങൾക്ക് എന്തെങ്കിലും ഇവരെ സഹായിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചെയ്യും. തങ്ങൾക്ക് കിട്ടുന്ന ഒരു വിഹിതം ചാരിറ്റി എന്ന നിലയ്ക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊണ്ടു കൊടുക്കും. മുതുകാടിനെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കൊണ്ടു കൊടുക്കും. ഒരുപാട് പ്രൈവറ്റ് അനാഥാലയങ്ങളും ചാരിറ്റബിൾ ട്രസ്റ്റുകളും നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അവരാരെങ്കിലും ഇത് വീതിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമോ? അവിടെയുള്ള അന്തേവാസികൾക്ക് കൊടുക്കുമോ? അവിടെ ട്രെയിനിങ്ങിന് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കില്ല. അവരുടെ സ്ഥാപനം വളർത്താനാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇനി എൻ്റെ കയ്യിലുള്ള പൈസ വ്യക്തിപരമായിട്ടൊരു കുടുംബത്തെ സഹായിക്കാം, ഇങ്ങനെ ഉള്ള കുഞ്ഞുങ്ങൾ കഴിയുന്ന ഒരു കുടുംബത്തിനെ ഞാൻ എൻ്റെ ഈ പൈസ കൊണ്ട് സഹായിക്കാമെന്ന് ഏതൊരാളാണ് ചിന്തിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇല്ല. ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സഹായം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന, ഭിന്നശേഷിക്കാർക്ക് കിട്ടുന്ന 1600 രൂപയാണ്. ആ 1600 രൂപ കറക്റ്റായിട്ടോട്ട് കിട്ടുന്നുമില്ല. പിന്നെ ഇവരെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് 600 രൂപ കിട്ടും. ഇവരുടെ സംരക്ഷണം ഏറ്റെടുത്തുള്ള ഗാർഡിയനായിട്ടുള്ള ഒരാൾക്ക് 600 രൂപ ഇവരെ നോക്കുന്നതിനേക്കാളുള്ള, അതായത് കിടപ്പ് രോഗികൾ, സ്വന്തം കാര്യം സ്വയം ചെയ്യാൻ കഴിയാത്ത ആളുകളെയൊക്കെ പരിചരിക്കുന്നവർക്ക് കിട്ടുന്നതാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടുന്നതായിട്ട് എനിക്കറിവില്ല. ഇവർക്കൊരു മാസം മരുന്ന് വാങ്ങണമെങ്കിൽ തന്നെ, ഫിസിയോതെറാപ്പി ചെയ്യണമെങ്കിൽ തന്നെ എത്ര പൈസ ചിലവാകുമെന്നറിയും. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഇനി ഒരു കല്യാണമാകട്ടെ, ഒരു ആഘോഷമാവട്ടെ, ഒരു ചടങ്ങാവട്ടെ, എത്ര കുഞ്ഞുങ്ങളെ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഈ ചടങ്ങുകളൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് ആ അമ്മ ഒരു ഫംഗ്ഷനിൽ ചെന്ന് കയറിയാൽ പലരുടെയും നെറ്റി ചുളിയുന്ന അമ്മ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ മിക്ക അമ്മമാരും ഇങ്ങനെയുള്ള ചടങ്ങുകളിലേക്ക് പോകാറില്ല. കാരണം പോകണമെങ്കിൽ തൻ്റെ കുഞ്ഞിനെ വീട്ടിൽ ഒറ്റയ്ക്ക് അടച്ചിട്ടിട്ട് പോകണം, കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം എൻ്റെ കുഞ്ഞ് പോകാത്ത ഒരു സ്ഥലത്തേക്ക് ഞാനും പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തുക അമ്മ, പോകാറില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഒരാളോട് പറയാണ്,
ഒരു ബന്ധുവിനോട് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട്, ഒരു അയൽവാസിയോട് പറയുകയാണ്, 2 ദിവസം എൻ്റെ മോനെ ഒന്ന് നോക്കുമോ അല്ലെങ്കിൽ മോളെ ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചാൽ അയ്യോ ഇഷ്ടംപോലെ നാട്ടിൽ അനാഥാലയല്ലേ, അല്ലെങ്കിൽ മുതുകാടിനെ പോലുള്ള ആളുകളുടെ സ്ഥാപനമല്ലേ, അവിടെ കൊണ്ടാക്കുമെന്ന് പറയും. മുതുകാടിൻ്റെ സ്ഥാപനം എന്താണെന്ന് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാവില്ല. പക്ഷെ എടുത്തടിച്ചമാരി പറയുന്നത് അവിടെ കൊണ്ടാക്കും എന്നുള്ളതാണ്. അവരുടെയൊക്കെ വിചാരം ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് തള്ളാനുള്ളൊരു സ്ഥാപനമാണ് മുതുകാടിൻ്റെ സ്ഥാപനം എന്ന്, അതുപോലെയുള്ള സ്ഥാപനം എന്ന്. വൃദ്ധരെയും പിന്നെ അനാഥരായുള്ള ആളുകളെയൊക്കെ എടുക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്. അമ്മയും അച്ഛനും ഇല്ലാതായി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ആരാണ് ഇവരെ ഏറ്റെടുക്കാനുള്ള? ഇവരുടെ അവസ്ഥ, ഇവരെ ഏതൊക്കെ രീതിയിൽ ആളുകൾ ചൂഷണം ചെയ്യും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മുൻകൈയെടുത്ത് ഞാൻ വീഡിയോ ചെയ്ത് ഇത്രയധികം ഇവരെക്കുറിച്ചുള്ള വീഡിയോസ് നിരന്തരം ചെയ്ത് എനിക്ക് ഇത്ര ലക്ഷം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിന്നൊരു വിഹിതം എൻ്റെ പരിസരത്തുള്ള ഒരാളെ സഹായിക്കാൻ അത് ഉപകരിക്കുമെന്നുള്ള ചിന്തിച്ച് എത്ര വ്യക്തികളുണ്ടാവും. ഘോരം പ്രസംഗിക്കാനും മറ്റുള്ളവരെ കുറ്റം പറയാനും ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെ എങ്ങനെയെങ്കിലും പൂട്ടിക്കെട്ടിക്കാനും ഒക്കെ അവർക്ക് കഴിയും. പക്ഷേ ഒരാൾക്ക് കൈത്താങ്ങാകാൻ ഒരിക്കലും കഴിയില്ല. കുറ്റം പറയുക, സോഷ്യൽ മീഡിയയിൽ പിന്നെ പോസ്റ്റ് ഇടുക, പിന്നെ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെയല്ല ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, അതൊരിക്കലും നടക്കില്ല. ഇപ്പം അവസാനമായിട്ട് മുതുകാടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് വന്നു. അങ്ങാടിപ്പുറത്ത് താമസിക്കുന്ന ഒരു അമ്മ, ലോട്ടറി കച്ചവടക്കാരിയാണെന്നാണ് അവർ പറഞ്ഞത്. അവർ ഭർത്താവ് മരിച്ചതാണ്, 3 കുഞ്ഞുങ്ങളുണ്ട്, അതിലൊരു കുഞ്ഞാണ് ഇങ്ങനെ. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം മോശം സ്ഥിതിയിലുള്ളൊരവസ്ഥയാണ്, സ്വന്തം വീട് പോലും ഇല്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ താമസിക്കാൻ വാടക വീടുകളിലുള്ള ആളുകൾ പോലും സമ്മതിക്കില്ല എന്ന് നിങ്ങൾക്കറിയും. എത്ര പേർക്ക് നല്ല വാടക വീട് കിട്ടും? ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് എത്ര പേർക്ക് വാടക വീട്? കുറച്ച് വയലൻ്റ് ആകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, കുറച്ച് ഈ നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അസ്വസ്ഥരാകുന്ന ആളുകളുണ്ട്. വാടക വീട് കിട്ടാറില്ല. ചുറ്റുവട്ടത്തുള്ള ആളുകൾ കംപ്ലൈൻറ്റ് പറയും, അയ്യോ ഇങ്ങനെയുള്ള കുട്ടികളെ ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ല. അപ്പം മറ്റുള്ളവരെ പ്രീതി നോക്കി ഹൗസ് ഓണർ ഇവരെ ഒഴിവാക്കും ആദ്യം തന്നെ. ഇവരെ താമസിപ്പിച്ച ശേഷം ഞാൻ മറ്റുള്ളവരെ താമസിപ്പിക്കില്ല, അല്ലെങ്കിൽ അവരവിടെ നിന്നോട്ടെ, അല്ലാത്തവർ ഒഴിഞ്ഞു പോകുമെന്ന് പറയുന്ന എത്ര ഹൗസ് ഓണർമാരുണ്ടാവും? ഇല്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ അമ്മയ്ക്കും മക്കൾക്കും വീട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പല വീടുകൾ മാറി നിൽക്കേണ്ട അവസ്ഥ വരും. അവർ വാടക വീട് ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് ചുരുട്ടിക്കെട്ടി ഓടണം. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ അങ്ങാടിപ്പുറത്തും പരിസരത്തും മലപ്പുറം ജില്ലയിൽ തന്നെ എത്ര അധികം ആളുകൾ യൂട്യൂബർമാരായിട്ടുണ്ട്. ലക്ഷങ്ങൾ മാസ വരുമാനമുള്ള യൂട്യൂബർമാരായി. ഇവരെ വിളിച്ചിരുത്തി ചാനലുകളിൽ മുതുകാടിൻ്റെ കുറ്റവും കുറവുകളും പറയിപ്പിക്കുന്നതിന് പകരം സംഭവിച്ചത് സംഭവിച്ചു, അതിനുള്ള നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വീട് വെച്ച് തരാം. നിങ്ങളുടെ മക്കളുടെ പേരിലൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അവർക്കുള്ള സംരക്ഷണം ഞങ്ങൾ നൽകാം. അവനെന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മാജിക്ക് പഠിക്കാൻ ഇഷ്ടമാണെന്ന് ആ കുട്ടി പറഞ്ഞു, മാജിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ പാട്ട് പഠിക്കാനോ ഡാൻസ് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. അതിനുള്ളൊരു ഫണ്ട് ഞങ്ങൾ കളക്ട് ചെയ്ത് തരാം. എല്ലാവരും, ഒരാൾ വേണ്ട, എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്തു തരാം. നിങ്ങൾക്കൊരു കൊച്ചു വീട് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നില്ല? അപ്പോൾ ഒരാളെ കുറ്റം പറയാൻ 100 നാക്കാണ്, ആവേശമാണ്. ഒരു സ്ഥാപനത്തെ പൂട്ടിക്കാൻ ആവേശമാണ്. പക്ഷെ അതുപോലെ തന്നെ മറു കൈകൊണ്ട് അവരെ സഹായിക്കാനും കൂടിയുള്ള ഉത്തരവാദിത്തമല്ലേ ഈ കുറ്റം പറയുന്നവർക്ക്? കൊച്ചു കാര്യങ്ങളുടെ പേരിലാണ് കുറ്റം പറയുന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന, ഒരുപാട് അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന അനാഥാലയങ്ങളും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ആരെങ്കിലും അതൊക്കെ അറിയുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ തന്നെ കുറേ കാലം മുന്നേ, ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ, ഇങ്ങനെയുള്ളൊരു തീരെ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് അവർ ടൂറ് പോയിട്ടില്ല, ഒരു പുറലോകമൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ടൂറ് കൊണ്ടുപോവുകയും പിന്നെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത് ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ നാൾ കറങ്ങി നടന്നിരുന്നു അല്ലേ? അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമാണത് അല്ലേ? കുഞ്ഞുങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ളൊരു കുറ്റം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ നാൾ കറങ്ങി നടന്നിരുന്നു. അത് പിന്നീട് സത്യമല്ല എന്ന് അവിടെ ഉള്ളവർ തന്നെ വിളിച്ചു പറഞ്ഞത് സത്യമല്ല, അത് വെറുതെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പ്രോപ്പറായിട്ട് നിയമപരമായിട്ട് നീങ്ങിയ കേസാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെ ചാനലുകളിൽ കയറിയെന്ന് വെറും ആരോപണം മാത്രമായിട്ട് ഉന്നയിച്ചതല്ല, അത് കേസായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്.
അപ്പോഴാണ് എൻ്റെ കുഞ്ഞിനെ രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങിൽ കൊണ്ടുപോയില്ല, വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോയില്ല, 4 മാസം വെറുതെ കുത്തിയിരുന്നിട്ട് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കൊച്ചു ആരോപണങ്ങൾ പറയുന്നത്. ഇവർക്കൊക്കെ തങ്ങളുടെ മക്കൾക്ക് നേരെ അതിക്രമം നേരിട്ടിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ മക്കൾക്ക് അവഗണന നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഈ സ്ഥാപനത്തിൽ തുടരുന്നില്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകാനൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം സാമ്പത്തികമായിട്ട് അത്യാവശ്യം കഴിവുള്ള കുടുംബങ്ങളാണ് അവിടെ എല്ലാവരും തന്നെ, മുതുകാടിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ നടക്കുന്നത് ശരിയല്ല, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ടാൽ ആ കുഞ്ഞുങ്ങളെ അവിടുന്ന് തിരിച്ചു വിളിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ അവരെ മുന്നിൽ. അതില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതാരും തിരിച്ചറിയുന്നില്ല, അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, എന്നിട്ട് എന്തെല്ലാം സംവിധാനം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. എത്ര പേർക്ക് അത് ലഭിക്കുന്നുണ്ട്? ഇപ്പം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ മുതുകാട് ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. എത്ര കാലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അവർക്ക് വേണ്ടിയിട്ടോ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനം മുന്നോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ഇപ്പം അവിടെയുള്ളവർ തന്നെ പറയുന്നു 1 കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ചുള്ള മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല സർക്കാർ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അതിനൊക്കെ മുൻകൈ എടുത്ത് അവരെ സംരക്ഷിക്കാൻ തയ്യാറാവുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് അതിനെ തുരങ്കം വെക്കുന്നത് ശരിയാണ്? അതും കൂടി നിങ്ങൾ ആലോചിക്കണം. എനിക്ക് തോന്നുന്നപ്പോൾ ശിഹാബ് അവസാനം ചാനലിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ടിട്ടാണ് അവിടെ ഷോ ചെയ്യിപ്പിക്കുന്നതെന്നാണ് ശിഹാബ് പറഞ്ഞത്. പട്ടിണിക്കിട്ടിട്ട്, അതായത് അവിടെ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് ഇവർക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കാതെ ഇവരെ കൊണ്ട് പ്രോഗ്രാം ചെയ്യിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ ഇത് സത്യമാണെന്ന് ഉറപ്പിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം സത്യമാണെന്നോ. കാരണം ശിഹാബിന് മനസ്സിലായ, ശിഹാബ് പറഞ്ഞാൽ അംഗപരിമിതനായിട്ടുള്ള ആരാണ്, ബുദ്ധിവൈകല്യമുള്ള ആളല്ല. ബുദ്ധിവൈകല്യമുള്ള ഒരു കുഞ്ഞും, അതായത് ഓട്ടിസം ബാധിച്ച, മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി ഉള്ള, അങ്ങനെയുള്ള ബുദ്ധിവൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും വിശപ്പ് താങ്ങില്ല. നിങ്ങൾക്കതറിയോ? നിങ്ങളിൽ എത്ര പേർക്ക് അതറിയാം? ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും അതറിയാം. അവർ വിശപ്പ് താങ്ങില്ല. അവർ വിശന്നിരിക്കുന്ന അവസ്ഥയിൽ എത്ര ട്രെയിനിങ് കിട്ടിയ ആളുകളാണെങ്കിലും അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു അസ്വസ്ഥത, അവരുടെ പല മാനറിസങ്ങളും പുറത്തു വരും. അവരെ കൊണ്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. അവരുടെ ആ വിശപ്പ് തീരുന്നത് വരെ, അവരെ സമാധാനം ആവുന്നത് വരെ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. അവർ വിശപ്പ് താങ്ങി അവരൊന്നും ചെയ്യില്ല. അവരപ്പം വയലൻ്റ് ആവും. എത്ര ശാന്ത സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും വിശപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ കൺട്രോളിൽ നിൽക്കില്ല അവർക്ക്. അത് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അപ്പം ഈ കേൾക്കുന്ന ആൾക്ക് അയ്യോ പട്ടിണിക്കിട്ടിട്ടാണോ അവർ പെർഫോം ചെയ്യിക്കുന്നത്? ശരിയായിരിക്കാം. ചിലപ്പോൾ ശാരീരിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നിട്ട് ചിലപ്പോൾ ഷോ ചെയ്യുന്നുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയില്ല. ശാരീരിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവർ വിശപ്പ് സഹിച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനുള്ളിൽ താമസിക്കുന്നവരെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് തരക്കേടില്ലാത്ത ആളുകളാണെന്ന് അവിടെ ഉള്ളവർ തന്നെ, അവിടുന്ന് പുറത്തു പോയവർ തന്നെ പറയുന്നു. സാമ്പത്തികം ഇല്ലെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം അവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമിന് കുഞ്ഞുങ്ങളിടുന്ന ഡ്രസ്സ് വരെ ഈ പാരൻസാണ് വാങ്ങിക്കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തികമായിട്ടുള്ള കഴിവുള്ള ഒരു അച്ഛനും അമ്മയും തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ പട്ടിണിക്കിടുമോ? അതൊരു ചോദ്യമല്ലേ? ഒരു കുഴപ്പമില്ലാത്ത 10-18 വയസ്സായ മക്കളുള്ള ഒരു അമ്മയും അച്ഛനും, 18-19 വയസ്സ് 20 വയസ്സുള്ള ആൺമക്കളും പെൺമക്കളും ഒക്കെ ഉള്ള അമ്മമാരുണ്ടാവും, ഒരു കുഴപ്പമില്ലാത്ത. അവരിലെ ഒരാൾ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അമ്മയുടെ ചങ്കൊന്ന് പിടയ്ക്കില്ലേ? സ്വന്തം എടുത്ത് കഴിക്കാൻ പറ്റുന്ന, വിശന്ന പുറത്ത് പോയി കഴിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണ് അവരൊക്കെ. സ്വന്തം കൈകാര്യം ചെയ്യാൻ, പൈസയൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന, സ്വന്തം പോക്കറ്റ് മണിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും പുറത്ത് പോയി കഴിക്കുന്നുണ്ടാവും. എന്നാലും വീട്ടിൽ കയറി വരുമ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും കഴിച്ചു പോകുന്ന ഒരു അമ്മ പറയില്ലേ, നിർബന്ധിക്കില്ലേ? കഴിക്കാതെ പോകുമ്പോൾ അമ്മയുടെ ചങ്കൊന്ന് പടയില്ലേ? ഒരു കുഴപ്പമില്ലാത്ത മക്കളാണെങ്കിലും. അപ്പോൾ കുഴപ്പമുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് പട്ടിണിക്കിരിക്കുന്നത് കണ്ടിട്ട് ആ അമ്മ അവിടെ നോക്കി നിൽക്കുമോ? എൻ്റെ മകൻ വലിയൊരു പെർഫോമറായി മാറട്ടെ, പട്ടിണി കിടന്നിട്ടെന്ന് ചിന്തിക്കുമോ? എനിക്കത് ഉൾക്കൊള്ളാൻ ഒട്ടും കഴിയുന്നില്ല. കാരണം എൻ്റെ മകനെ പട്ടിണിക്കിട്ടിട്ട് എന്തൊക്കെയോ ആക്കി തീർക്കണമെന്ന് ഒരമ്മയും ചിന്തിക്കില്ല. ആ കുഞ്ഞ് വയറ് നിറഞ്ഞ് സന്തോഷമായി ഇരിക്കുന്ന ഒരു അവസരത്തിൽ പാട്ടുപാടുക, ഡാൻസ് ചെയ്യുന്നത് കാണാൻ ഒരു അമ്മയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ പട്ടിണി കിടന്നിട്ട് എൻ്റെ മോനോ മോളോ പെർഫോം ചെയ്യണമെന്ന് ഒരമ്മയെ ആഗ്രഹിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വിശ്വസിക്കാൻ ഒരു പ്രയാസം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെ എന്താ പറയുക, ആ സ്ഥാപനം
അവിടെ നടക്കുന്നത് ശരിയല്ല, ഇങ്ങനെയൊക്കെ ആ കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് പുറം ലോകത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാജറേഷൻ ആണോ എന്നുള്ളത് പോലും തോന്നിപ്പിക്കുന്നുണ്ട്. നമുക്കത് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഞാൻ എത്ര ഗതിയില്ലാത്തൊരു അവസ്ഥയിലാണെങ്കിലും എൻ്റെ കുഞ്ഞ് പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയിൽ എത്ര വലിയ VIP മുന്നിലും പെർഫോം ചെയ്യാൻ വിളിച്ചാൽ പോവില്ല. ആ കുഞ്ഞും അതിന് തയ്യാറാവില്ല. കാരണം മെൻ്റലി തകരാറുള്ള കുഞ്ഞാണെങ്കിൽ ഒരിക്കലും അതിന് വില്ലിങ് ആവില്ല, ഒരിക്കലും അതിനെ വെച്ച് പെർഫോം ചെയ്യിക്കാൻ കഴിയില്ല. ഗ്യാരണ്ടിയാണ് ആ കാര്യത്തിൽ. ഈ കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ മെൻ്റലി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ MR ആയിട്ടുള്ള സെറിബ്രൽ പാൾസി ഉള്ള കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും തന്നെ പട്ടിണി കിടന്ന് അവിടെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഏതെങ്കിലും ഒരമ്മ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഒരമ്മ അത് പറയില്ല. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന അമ്മമാർക്കറിയാം അവരെത്രമാത്രം വിശപ്പ് താങ്ങുന്നുള്ളത്. ഒരിക്കലും സംഭവിക്കില്ല. സംഭവിക്കും അംഗപരിമിതരായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അതായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. 100% ഉറപ്പാണ്. ഏതൊരു ഡോക്ടറോടും ചോദിച്ചു നോക്കാം. ഇങ്ങനെയുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന അതിന് ട്രെയിനിങ് കിട്ടിയ ആളുകളോടും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ളത്. അവരവരുടേതായ അസ്വസ്ഥത തീർച്ചയായും പ്രകടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് തനിക്ക് വേണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു പരിഗണന അവിടെ കിട്ടുന്നില്ലെങ്കിൽ നീ പോയി പണിയൊക്കെ, നിൻ്റെ സ്ഥാപനം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കും എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ ചങ്കൂറ്റമുള്ള ഒരു അമ്മയോ അച്ഛനോ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിസ്സാരമാണ്. കാരണം ഇങ്ങനെയുള്ളതല്ല, നോർമൽ കണ്ടീഷനുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണ്ടേന്ന് അപ്പം മറിച്ചൊരു ചോദ്യം വരും. സ്പെഷ്യൽ കെയർ കൊടുക്കണം, ആര് കൊടുക്കണം? സ്വന്തം അമ്മയും അച്ഛനും. ഇങ്ങനെ തൻ്റെ കുഞ്ഞിന് നേരെ ഒരു അവഗണന വരുമ്പോൾ കൊണ്ടുപോവുക. നിങ്ങളുടെ സ്ഥാപനം മാത്രമല്ല നാട്ടിലുള്ളത്, ഇതാ ഞാൻ കൊണ്ടുപോകുന്ന എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് പോരാ. ഇനി അവിടെ തൻ്റെ കുഞ്ഞിന് നേരെ ഒരു അതിക്രമം നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ കൊണ്ടുപോയി പരാതി എഴുതി കൊടുക്കുക. ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ കുഞ്ഞിന് നേരെ, എൻ്റെ കുഞ്ഞിന് നേരെ, ഇങ്ങനെയുള്ളൊരു കുഞ്ഞിന് നേരെ ഇങ്ങനെ ഒരു അധിക്ഷേപം നേരിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പരാതി എഴുതി കൊടുക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ആർക്കും ആരെ പറ്റിയും എന്തും വിളിച്ചു പറയാം. അതാണ് നമ്മുടെ കാലം. എന്തും വിളിച്ചു പറയാം. ഒരു സ്ഥാപനത്തെ, ഒരു മനുഷ്യനെ തകർക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇങ്ങനെയുള്ള ഒരാളെ ചേർത്ത് പിടിക്കാനോ വ്യക്തിപരമായി സഹായിക്കാനോ ഒരാളും തയ്യാറാവില്ല. കുറ്റം പറയാൻ മുൻകൈ എടുക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ളവരെ സഹായിക്കാനും കൂടി മുൻകൈ എടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാം.